ബഹുമാനപ്പെട്ട ഹംസക്കുട്ടി മുസ്ലിയാർ, ഈ പുസ്തകം പ്രകാശനം ചെയ്യേണ്ട ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അവരുടെ സെയ്ദ് മുഹമ്മദ് കോയത്തങ്ങൾ ജമലുല്ലൈലി, ഷുഹൈൽ ഹൈതമി, സലീം അൻവരി, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, ഗ്രന്ഥകാരൻ മുസ്തഫ ഫൈസി, ഡോക്ടർ നൗഷിഫ്, മറ്റ് പണ്ഡിത ശ്രേഷ്ഠരെ, മാധ്യമപ്രവർത്തകരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്തഫൽ ഫൈസി എഴുതിയിട്ടുള്ള അവയവദാനം പ്രമാണങ്ങളിൽ എന്ന് പറയുന്ന വളരെ ആനുകാലികമായി പ്രസക്തമായ ഒരു പുസ്തകം ഇന്ന് പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ അവയവദാനത്തെ ഏതൊക്കെ രീതിയിൽ ആണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ സ്പഷ്ടമായി ലോകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഫത്വകളടക്കം ഉദ്ധരിച്ചുകൊണ്ട് ഖുർആൻ്റെ വീക്ഷണം, ഹദീസുകൾ എല്ലാം വളരെ ആഴത്തിൽ പരിശോധന വിധേയമാക്കിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ പുസ്തകം ഇന്ന് സമൂഹത്തിൽ ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഗ്രന്ഥമായി നമ്മുടെ കൈകളിലെത്തുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് അവയവദാനം. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഡോക്ടർ നൗഷിഫ് അടക്കം ധാരാളം ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഇതൊരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. എയർ ആംബുലൻസിൽ, അതുപോലെ തന്നെ സാധാരണ ആംബുലൻസിൽ ഹൃദയം കൊണ്ടുപോകുന്നു, മറ്റവയവങ്ങൾ കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ളത് പത്രത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് ഒരു നിത്യസംഭവമാണ്. നമ്മുടെ കേരളത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡയാലിസിസ് സെൻ്ററുകളാണ്. ഇപ്പം നമ്മൾ പണ്ടൊന്നും ഇങ്ങനെ ഡയാലിസിസ് സെൻ്ററുകൾ എന്ന് ഒന്ന് കേട്ടിട്ടില്ല. പക്ഷേ ഇന്ന് മുക്കിന് നമുക്ക് ഡയാലിസിസ് സെൻ്ററുകൾ കാണുന്നു. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് പ്രമേഹമൊക്കെ അധികരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, അത് നമ്മളുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ, ഈ പ്രമേഹത്തിൻ്റെ ഒരു പ്രത്യേകത പ്രമേഹമായിട്ട് മരണം ഉണ്ടാവുകയല്ല, പ്രമേഹം കാരണം മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളിലൂടെയാണ് പലരുടെയും മരണം സംഭവിക്കുന്നത്. അത് ശരി.
ഇതെല്ലാം ഇപ്പോൾ ഡയാലിസിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നീടുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെക്കലാണ്. അപ്പോൾ വൃക്ക മാറ്റിവെക്കൽ ഒക്കെ ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വൃക്ക മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ വൃക്ക മാറ്റിവെക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോണർ ഉണ്ടാകണം, ഇത് കൊടുക്കാൻ ഒരാളുണ്ടാവണം. ഇപ്പോൾ 2 വൃക്കകളുള്ള ആളിൽ നിന്ന് ഒരു വൃക്ക ചിലപ്പം എടുത്തുകൊണ്ടായിരിക്കും മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നത്. പക്ഷേ നമ്മൾ രക്തപരിശോധനയൊക്കെ നടത്തി അത് കൃത്യം വേറൊരാൾ ആ വൃക്ക മാറ്റിവെക്കുമ്പോൾ ഇത് രണ്ടും ചേർച്ചയുള്ളതാണോ എന്നുള്ളത് മറ്റൊരു സംശയം. അല്ലെങ്കിൽ അത് വെച്ച് കഴിഞ്ഞാൽ മറ്റേയാളുടെ ശരീരം അത് റിജക്റ്റ് ചെയ്യും. ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ റിജക്റ്റ് ചെയ്തേക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു സമൂഹത്തിൽ നമുക്ക് ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അറിയുക എന്നുള്ളത് വളരെ നിർബന്ധമായൊരു കാര്യമാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവയവദാനം ഒന്നും പാടില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അതിനും പ്രവാചകൻ്റെ ഹദീസും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ്, അതേപോലെ തന്നെ ഖുർആനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പാടില്ല എന്നുള്ളൊരു നിലപാട് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ എടുത്തിരുന്നത്. പക്ഷെ ഇത് സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾ, അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി നമ്മുടെ ഖുർആൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ അൽ-മാഇദ എന്ന് പറയുന്ന സൂറയിൽ പറയുന്ന പോലെ ഒരു വ്യക്തിയുടെ ജീവൻ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ, രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മാനവരാശിയുടെ മുഴുവൻ ജീവൻ രക്ഷപ്പെടുത്തിയതിന് തുല്യമാണ് എന്ന് പറയുന്ന ആ ഒരു ശക്തമായിട്ടുള്ള ഖുർആനിക വചനം യഥാർത്ഥത്തിൽ മനുഷ്യജീവനെ സംരക്ഷിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ പിന്നീട് വരികയും ലോകരാഷ്ട്രങ്ങളിത് ചർച്ച ചെയ്യുകയും ചെയ്തു. ഇനി മരണപ്പെട്ടവരിൽ നിന്ന് ഉള്ള അവയവങ്ങൾ എടുക്കുന്നത് സംബന്ധിച്ച് 2 രീതിയിലുള്ള ചർച്ചകൾ ലോകത്ത് നടന്നിട്ടുണ്ട്. 1986 കാലഘട്ടത്തിൽ ജിദ്ദയിൽ, സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്നിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരുടെ മഹാസദസ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. തീരുമാനത്തിലെത്താതെ പിന്നീട് 87 അമ്മാനിൽ, ജോർദാനിലുള്ള അമ്മാനിൽ വെച്ച് വീണ്ടും പണ്ഡിതന്മാരെ കൂടിച്ചേർന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഈ അവയവദാനം അനുവദനീയമാണ് എന്നുള്ള രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് മരണപ്പെട്ട് കഴിഞ്ഞാൽ 2 രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്. ഒന്ന്, ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്നു. 2, ഹൃദയമിടിപ്പ് നിന്ന് പോകുന്നു, അല്ലെങ്കിൽ സർക്കുലേഷൻ നിലച്ചുകൊണ്ടുള്ള മരണം. അതാണ് നമ്മൾ സാധാരണ മരണമായി എല്ലാവരും പൾസ് പരിശോധിച്ച്, പിന്നെ ഹൃദയമിടിപ്പുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് മരണം സ്ഥിരീകരിക്കുന്നത്. പക്ഷെ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത്, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കുറേ നമ്മൾ വെൻറ്റിലേറ്ററിൽ ആളുടെ ശരീരത്തെ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ വെൻറ്റിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ ബ്രെയിൻ ഡെത്ത്, ബ്രെയിൻ സ്റ്റെം ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ ലോകത്ത് അതൊരു മരണമായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ
അത് മരണമായി പരിഗണിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രെയിൻ ഡെത്തിലും ബ്രെയിൻ സ്റ്റെം ഡെത്ത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു മരണമായി തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള മരണങ്ങളിൽ നിന്നും ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്നുള്ള അവയവങ്ങൾ എടുത്ത് മാറ്റി മറ്റൊരു വ്യക്തിക്ക് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നൽകുന്നത് ശരിയാണ് എന്ന് പറയുന്ന രീതിയിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെയുള്ളത് മൃഗത്തിൽ നിന്നുള്ള അവയവങ്ങൾ. അത് പന്നി, നായ എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് എന്നുള്ള രീതിയിൽ ആണ് അത്തരം വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത്. എങ്കിലും മൃഗത്തിൽ നിന്നുള്ള ഇപ്പം ചില വാൾവുകൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി മൃഗത്തിൻ്റെ അവയവങ്ങൾ എടുത്തുകൊണ്ട് അത് നിർവഹിക്കുന്നതും നമുക്ക് ലോകത്ത് വിവിധ ശാസ്ത്ര പുരോഗതിയുടെ ഭാഗമായി കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് ഇസ്ലാമിക വീക്ഷണം എന്താണ്? ഇതെല്ലാം വളരെ കൃത്യമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പോൾ മലേഷ്യ ഇതിനു വേണ്ടിയിട്ടൊരു പുസ്തകം തന്നെ ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. എന്താണ്? ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് ഓഫ് ഡൊണേറ്റിംഗ് ഓർഗൻ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ മലേഷ്യൻ ഗവൺമെൻറ്, അത് ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പുസ്തകം അവരവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ, കുവൈത്തിൽ, സൗദിയിൽ, UK ഒക്കെയുള്ള മതപണ്ഡിതന്മാർ ഇതുമായി എടുത്തിട്ടുള്ള നിലപാടുകളും ചർച്ചകളും വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് ആ പുസ്തകം. അപ്പോൾ ലോകത്ത് ഇതുപോലെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട്. ധാരാളം ലേഖനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ UK ശരിയ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ശരിയ സഭ ഇതിനെക്കുറിച്ച് ധാരാളം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇൻസുലിൻ എന്ന മരുന്ന് പഴയ കാലത്തൊക്കെ അത് മൃഗത്തിൽ നിന്ന് ഉള്ള ഇൻസുലിൻ എടുത്തുകൊണ്ടായിരുന്നു ചെയ്തിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ കോളൈ എന്ന് പറയുന്ന മൃഗമല്ലാത്ത ഒരു ബാക്ടീരിയയിൽ നിന്ന് ആണ് ഇപ്പോഴത്തെ ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാലത്ത് അതായിരുന്നു. അപ്പം അതിൽ ഏത് മൃഗത്തിൻ്റേതാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറയുന്ന വലിയ ആശയക്കുഴപ്പമുണ്ടാവുകയും ഇൻസുലിനും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ധാരാളം സംസാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ധാരാളം പണ്ഡിതന്മാരും, കാരണം നമുക്ക് ഇതിൻ്റെ ഇസ്ലാമിക പെർസ്പെക്റ്റീവാണ് സത്യത്തിൽ അറിയേണ്ടത്. ഇസ്ലാമിക വീക്ഷണം എന്താണ് ഇത് സംബന്ധിച്ച് എന്നുള്ളതിനെക്കുറിച്ച് പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് നമ്മൾ മുസ്തഫൽ ഫൈസിയിൽ നിന്ന് തന്നെയാണത് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതിന് പുറമെ ഡോക്ടർ നൗഷിഫ്, ഇപ്പം നമ്മളൊക്കെ ഇതിൻ്റെ വായിച്ച് മനസ്സിലാക്കിയതാണ് എങ്കിൽ ഈ ട്രാൻസ്പ്ലാന്റേഷൻ സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നൊരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനും ആധികാരികമായി നമ്മളോട് സംസാരിക്കാനുണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ കാലത്ത് ഈ അവയവദാനം എന്ന് പറയുന്നത് ഹൃദയം തന്നെ മാറ്റിവെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രെയിൻ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ അതിശക്തമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കണ്ണ് ദാനം ചെയ്യുന്നതൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ള പ്രക്രിയയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവർ തന്നെ ഇപ്പം ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വരുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിലുള്ളവർ ലിവറിൻ്റെ പാതി പകുത്തു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ
ഇതൊക്കെ ഒരു സ്നേഹമാണ്, ചാരിറ്റിയാണ്. ഇതിലൂടെ മാനവിക മൂല്യങ്ങളെയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ സന്ദേശത്തെ സത്യത്തിൽ ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അതിമനോഹരമായ പുസ്തകമാണിത്. ഈ പുസ്തകം ഒരു പാഠപുസ്തകം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പുസ്തകം യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന കാലത്തിലെ പ്രത്യേകിച്ച് ഡോക്ടർമാർക്ക് പോലും ഒരു സൂചികയായി അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയായി നിൽക്കുന്ന ഒരു അതിമനോഹരമായ പുസ്തകമാണ്. ഇങ്ങനെ ആഴത്തിൽ മുസ്തഫുൽ ഫൈസി അദ്ദേഹം പുസ്തകം എഴുതിയപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. സത്യത്തിൽ സധൈര്യം ഈ ലോകത്തിൻ്റെ സംശയങ്ങൾ, ഇസ്ലാമിക നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇസ്ലാമിക വീക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇത്ര ശക്തമായി തുറന്ന് എഴുതിയ ഈ പുസ്തകം കാലത്തിൻ്റെ അനിവാര്യതയാണ്. അങ്ങനെ എഴുതാൻ ഒരാൾ മുന്നോട്ട് വന്നു എന്നുള്ളതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.